നമുക്കിന്ന് ഒരു നേന്ത്രപ്പഴവും കുറച്ച് റവയും വെച്ചിട്ട് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റുക. ഇതേ പാനിലേക്ക് തന്നെ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കളറായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് വീണ്ടും 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള റവ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ആയി കിട്ടുന്ന സമയത്തേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക. ഇതിലേക്കും 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഇതുപോലെ നല്ല തിക്കായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.